US കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൈക്കൂലി ആരോപണം ഇല്ലെന്ന വിചിത്രവാദവുമായി അദാനി ഗ്രൂപ്പ്. കുറ്റപത്രത്തിലോ പരാതിയിലോ ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരെ അഴിമതി ആരോപണം ഇല്ലെന്നും ഗൂഢാലോചന മാത്രമാണ് ചുമത്തിയതെന്നുമാണ് വിശദീകരണം. അതേസമയം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം അദാനിക്കെതിരായ കേസ് പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും നിയമവിദഗ്ധർ പറയുന്നു. അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കൈക്കൂലി ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. US കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർക്കെതിരെ US ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരം ലംഘനത്തിന് കേസെടുത്തിട്ടില്ലെന്നാണ് വിശദീകരണം. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ കുറ്റപത്രത്തിലും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ സിവിൽ പരാതിയിലും കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടുന്നില്ലെന്ന് കമ്പനി പറയുന്നു. പകരം ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് വിചിത്രമായ വിശദീകരണം. അദാനിക്ക് പിന്തുണയുമായി മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ മുകുൾ റോത്തഗിയും രംഗത്തെത്തി. അദാനിക്കെതിരെ 2029 കോടിയുടെ കൈക്കൂലി എന്ന പരാമർശം മാത്രമേ ഉള്ളൂ എന്നാണ് മുകുൾ റോത്തഗിയുടെ വാദം. അതേസമയം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം അദാനിക്കെതിരായ കേസ് പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസ് പിൻവലിച്ചേക്കാമെന്ന് ഇന്ത്യൻ അമേരിക്കൻ അറ്റോർണിയായ രവി ബത്ര പ്രതികരിച്ചു. പ്രസിഡന്റുമാർ അവരുടേതായ പുതിയ ടീമുമായാണ് എത്തുക. അവർക്ക് വിശ്വാസയോഗ്യമല്ലെന്ന് തോന്നിയാൽ പ്രോസിക്യൂഷനെ നിഷ്ക്രിയമാക്കാൻ അധികാരമുണ്ട്. അദാനിക്ക് വിഷയം പുതിയ നേതൃത്വത്തിനോട് ഉന്നയിക്കാമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, ദില്ലി.